എത്തുവാൻ സാധിച്ചു. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഈ കാണുന്നതാണ് ബൈത്തുൽ മുഖദ്ദിസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബൈത്തുൽ മുഖദ്ദിസ്. ഇതിൻ്റെ മുകളിൽ ചെമ്പ് കളറിലുള്ള കുബ്ബയാണ്. അതാണ് ബൈത്തുൽ മുഖദ്ദിസ്. ഈ കാണുന്നത് കുബ്ബത്തുൽ ഹംറ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്ര പുറപ്പെട്ട സ്ഥലമാണിത്. ഇടതുഭാഗത്ത് കാണുന്നതാണ് ബൈത്തുൽ മുഖദ്ദിസ്. വളരെ മനോഹരമായ പ്രദേശങ്ങളാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഉണർന്നു തന്നെ കിടക്കുന്ന ഒരുപാട് കഥകൾ പറയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ, ഇഷ്ടം പോലെ പ്രവാചകന്മാർ, മഹദികൾ, ഒരുപാട് പേർ. അവരെല്ലാം ആഗ്രഹിച്ചിരുന്നത് ഈ ബൈത്തുൽ മുഖദ്ദിസ് ഖബറടക്കപ്പെടണം എന്നാണ്. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദിസ്. മുസൽമാന് നന്മ ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന 3 പള്ളികളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദിസ്. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി ആൻഡ് മസ്ജിദുൽ അഖ്സ. അങ്ങനെ 3 പള്ളികളിൽ 3ാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അവിടെ അൽഹംദുലില്ലാഹ് എത്താൻ സാധിച്ചു. ഈ വീഡിയോ നിങ്ങൾക്കായി ഷൂട്ട് ചെയ്ത് സമർപ്പിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന എനിക്ക് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഇത് കാണുന്ന ഓരോരുത്തർക്കും ഇവിടെ എത്തുവാൻ പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണത്താൽ ആരെങ്കിലും ഇവിടെ എത്തുകയാണെങ്കിൽ അള്ളാഹു അതിൻ്റെ പ്രതിഫലം എനിക്ക് നൽകുമെന്ന ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും പാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അറിയാതെ എവിടെ ഇരുന്നോ ദുആ ചെയ്യുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, ഒരു പരിചയവുമില്ലാത്തവർ, അവർക്കൊക്കെ അള്ളാഹു നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഉപ്പ, ഉമ്മ, മക്കൾ, ഭാര്യമാർ, മാതാപിതാക്കൾ, അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഇവരുടെയൊക്കെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. കൃത്യമായി നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹു ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖബറിലെ ശിക്ഷ നീ ഇല്ലാതാക്കി തരണേ അല്ലാ. ഖബറിനെ നീ സ്വർഗ പൂന്തോപ്പാക്കി തരണേ അല്ലാ. ഖബർ രക്ഷപ്പെട്ടാൽ ആഖിറ രക്ഷപ്പെട്ടു. നിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ആശയത്തിലുണ്ട് അല്ലാഹുവേ. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിനോട് ഞങ്ങൾ വിട പറയുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും കബൂലായ ഒരു അമലായി നീ ഇതിനെ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.